എല്ലാവർക്കും മല്ലു റൂട്ട്സ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ റിൻ ജേക്കബ്. ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്നറിയോ? നമ്മൾ നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് എക്കോ എന്ന് എൽവസ്ത എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ വരാൻ കാരണം നമ്മുടെ കുറച്ചും കൂടി എൻ്റെ ഓഫീസിന്റെ അടുത്താണ്. ഞാൻ 5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ഓഫീസിൽ പോയായിരുന്നു ഡെയിലി. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ വീട് ഇതിന്റെ വിശേഷങ്ങൾ പറയാൻ പറഞ്ഞിട്ട് വീഡിയോ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ റിലേറ്റഡ് ആണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ പുതിയ വീട്ടിലത്തെ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങൾ ഒന്ന് അടക്കി പറക്കി ഒന്നും വെച്ചിട്ടില്ല, എല്ലാം അതേ കൊടുന്നിട്ട പോലെയാണ് ഇരിക്കുന്നത്. അപ്പോ ഇത്തിരി അലമ്പായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും, എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മുടെ പുതിയ വീടിന്റെ സംഭവവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ് ഇപ്പോഴത്തെ എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് സ്വന്തമായിട്ട് ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ആ പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. കണ്ടോ, പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഫ്ലാറ്റ്. 5-10 ഫാമിലീസ് താമസിക്കുന്നുണ്ട്. ഇത്രയ്ക്ക് അടുത്താണ് നമ്മൾ പാർക്കിംഗ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഈസിയാണ്. പിന്നെ ഈ ബിൽഡിങ് മൊത്തം നമ്മൾ എൽഡർലി പീപ്പിളാണ്. അതുകൊണ്ട് വേറെ ഒച്ചമ്പൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ പോസ്റ്റ് ബോക്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ വീട്, റിൻ ജേക്കബ്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് നമുക്കുള്ളത് ഇതേ വാഷ്റൂമാണ് ഇവിടെ ഉള്ളത്. ഇത് ഇതേ വിശാലമായ വാഷ്റൂമാണുള്ളത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബെഡ്റൂം ഉള്ളത്. നമ്മുടെ പഴയ വീടിനെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ ബെഡ്റൂമാണ്. കണ്ടോ, ഇതെല്ലാം കബോർഡുകളാണ്. പിന്നെ നമ്മളിതേ വന്നാൽ ഇതേ തുണിയൊക്കെ കണ്ടില്ലേ, അലമ്പായി കിടക്കണല്ലേ. ഇത് ഇവിടുന്ന് നേരെ വന്നാൽ ഇവിടെ ഒരുപാട് കബോർഡുകളുണ്ട്. കണ്ടോ, അവിടെ ഇരിക്കേണ്ട 2 പേരും. നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോവാം. ഇത് കിച്ചൺ. ഇവിടെയാണ് കുഞ്ഞുവിന്റെ വിശാലമായ ഏരിയ. നമ്മുടെ പഴയ കിച്ചണിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര വിശാലമായി കിടക്കുന്നതാണ്, കണ്ടല്ലേ. പിന്നെ ഇവിടെയും കബോർഡുകളുണ്ട്, ഇഷ്ടംപോലെ കബോർഡുകളുണ്ട്. പിന്നെ ഉള്ളത് നമുക്കിവിടെ ഇത് പുറത്തേക്ക് നമ്മൾ ബാൽക്കണി പോലെ ഇവിടെ ഒരു സ്ഥലമുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ വിരിച്ചു കൊടുത്തിടാനും കാര്യങ്ങളും. പിന്നെ വേണമെങ്കിൽ നമുക്കത് ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ ഗാർഡനിൽ നമുക്കിത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വയസ്സായ ആൾക്കാരാണ് ഒരുപാട്. അപ്പോൾ ഒച്ചയും ബഹളമൊന്നും അധികം ഉണ്ടാക്കുന്നത് ശരിയല്ല. അപ്പോൾ ഇതാണ് പുറത്തത്തെ വ്യൂ. പിന്നെ ടോബി കുഞ്ഞു ഇത്തിരി പച്ചക്കറികളൊക്കെ നടന്നില്ല. ഒന്നും അവിടെ റെഡി ആയി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഭാഗം. അവിടെ നിന്ന് നേരെ വരുമ്പോൾ നല്ല അടിപൊളി ഗ്ലാസ് ഉണ്ട് നമുക്കിവിടെ. താങ്ക് യു ടോബി. ഇതാണ് നമ്മുടെ ഹോള്. ഹലോ കുഞ്ഞു. ടോബി കുട്ടൻ എന്താ ചെയ്യണത്? കളിച്ചാണോ? ടോബിക്ക് വീട് ഇഷ്ടമായോ? ഓക്കെ, ഇതാണ് ടോബീസ് കോർണർ. കാണുമ്പോൾ ടോബിയുടെ കോർണർ ഇവിടെയാണ്. അവിടെയാണ് ടോബിയുടെ കളിക്കണ സ്ഥലം. ഇതാര് ടിവിയില്? ഓക്കെ, ഇത് എൻ്റെ വർക്ക് പ്ലേസ്. ഇത് ഇത്രയ്ക്കുള്ളൂ. നമ്മുടെ ചെറിയ വീടാണ്, പക്ഷെ പഴയ വീടിനെക്കാട്ടിയും കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഇത് സ്പേസ് ഉണ്ട്. നമ്മൾ ഒരു 2 വർഷത്തോളം നമ്മൾ അങ്ങനത്തെ ഒരു ചെറിയ സ്പേസിൻ്റെ ഉള്ളിലാണ് നമ്മൾ വന്ന് നിന്നത്.
അപ്പോൾ അതെ, ചെറിയ ഒരു സ്പേസിനുള്ളായിരുന്നു നമ്മൾ ഇരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 മണിക്കൂർ ഡെയിലി ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ ഓഫീസിൽ പോയിരുന്നത്. അപ്പോൾ ഓഫീസിൽ പിന്നെ അപ്പം നമുക്കൊരു ഫാമിലി ടൈം നമുക്ക് കിട്ടില്ല. കാരണം ഞാൻ രാത്രി വരുന്ന ഒരു 8 മണി 8:30 ആകുമ്പോഴാണ് നമ്മൾ തിരിച്ചെത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇനിയും മുമ്പിലേക്ക് പോകാൻ വേണ്ട എന്ന് കരുതിയാണ് പിന്നെ നമ്മൾ മൂവ് ചെയ്തത്. ഇത് നല്ല സ്പേസ് തന്നെയാണ്, ഇത് നല്ല പ്ലേസ് തന്നെയാണ്. എന്താ പറയാ, ക്വൈറ്റ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കാണുകയാണെങ്കിൽ ടോബിയുടെ ചാനൽ കാണാത്ത ആൾക്കാർ ടോബിയുടെ ചാനൽ കാണണം. ടോബിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ടോബിനെ സപ്പോർട്ട് ചെയ്യണം, അല്ല ടോബി? ഓക്കെ, അപ്പോ ഇത് ചെറിയ വീഡിയോ നമ്മൾ ജസ്റ്റ് കാണിക്കുക എന്നുള്ളൊരു മാത്രം ഒരു ഉദ്ദേശത്തോടുകൂടി ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പോകുന്നത് വേസ്റ്റ് കളയാൻ. നമുക്ക് വേസ്റ്റ് കളയാൻ ഇവിടെയാണ് അതിൻ്റെ ഗാർബേജ് റൂം ഉള്ളത്. പച്ച ഓർഗാനിക്, റെഡ്, ബാക്കിയുള്ളതെല്ലാം ഇവിടെയാണ് സംഭവം. ഇതാണ് ഗാർബേജ് റൂം. രണ്ടും നമ്മളിതിലേക്ക് ലോക്ക് ചെയ്യാം. നല്ല സണ്ണി ആയ ദിവസമാണ്. ഇനി നമുക്ക് ലോണ്ടറി റൂം കാണിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പോകുന്നത് ലോണ്ടറി റൂമിലേക്കാണ്. നമ്മുടെ വീട് ഇവിടെ അപ്സ്റ്റേഴ്സിലേക്കുള്ളത്, താഴത്തേക്ക് പോകണം. ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ വരിക, ഇതാണ് ബട്ടൺ. ഇതാണ് ലോണ്ടറി ബുക്ക് ചെയ്യണത്. നമ്മൾ 13-ാമത്തെ ഇവിടെ ഓരോ ഡേറ്റിന് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ വേറെ ആൾക്കാർക്ക് ആ ദിവസം ലോണ്ടറി എടുക്കാൻ പറ്റില്ല. ഇത് 7 to 12, 12 to 17 സമയമാണിത്. ഡേറ്റുകൾ മുകളിലുണ്ട്. ഓക്കെ, പിന്നെ ഇതാണ് ലോണ്ടറി റൂം. നമുക്ക് സാധനങ്ങളൊക്കെ അവിടെ വിരിച്ചിടാം. ഇതൊക്കെ വലിയ ബ്ലാങ്കറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ചൂടാക്കിയെടുക്കാനുള്ള സെറ്റപ്പ്. ഡ്രയർ, വാഷിംഗ് മെഷീൻ. കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യണില്ല. കാരണം എല്ലാവരും കൂടെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൈ വാഷാണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്ന നമ്മുടെ സ്റ്റോർ റൂമിലേക്കാണ്. കാണിച്ചുതരാം. ഇതാണ് സ്റ്റോർ റൂം. ലൈറ്റില്ല. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഓരോ ഫ്ലാറ്റുകാർക്ക് അവർക്കുള്ള സ്റ്റോർ സ്പേസുകളാണ്. ഇതാണ് നമ്മുടെ. ഇങ്ങനെയൊക്കെയാണ് ഒരു വീട് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടണത്. ഓക്കെ, കണ്ടില്ലേ? വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. എല്ലാം അടുത്തടുത്ത് തന്നെയായിരിക്കും. എല്ലാം മിക്ക വീടുകളുടെയും ലോണ്ടറി സ്പേസ് എന്ന് പറയുന്നത് വീടിൻ്റെ താഴത്തായിരിക്കും. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഈ വീടിന് നമ്മൾ ഇപ്പൊ പേ ചെയ്യുന്ന റെന്റ് ഒരു 7,000 രൂപയുടെ അടുത്തേക്ക് ഒരു 7,000 SEK, വിച്ച് മീൻസ് നാട്ടിലത്തെ ഒരു 60,000 രൂപയുടെ അടുത്തേക്ക് വരും.
നമ്മൾ പഴയ വീട്ടിൽ അവിടെ കൊടുത്തിരുന്നായിരുന്നു ഒരു 4000 SEK ആണ് വരുന്നത്. നമുക്ക് ഇത്രയ്ക്ക് അധികം സ്പേസ് ഉള്ളത് കൊണ്ട് അത്രയും വലിയ ഇതായിട്ട് തോന്നണില്ല. പിന്നെ പാർക്കിങ്ങിന് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടത് അതെല്ലാം കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു മറ്റേ ഒരു 7000 രൂപ 7000 SEK എന്ന് പറഞ്ഞത്. പിന്നെ ഇനി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്ട്, കാരണം ഇത് കിട്ടിയപ്പോൾ നമുക്ക് അപ്പാർട്ട്മെന്റിൽ ഒന്നുമില്ല, ഈ കബോർഡും ഈ ഫ്രിഡ്ജും അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം നമ്മൾ വാങ്ങിയതാണ്. അപ്പൊ അതേപോലെ ഇനിയും കുറെ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനുണ്ട്. ഇനിയിപ്പോ കട്ടില് വാങ്ങണം, ഇനി ബാക്കി കുറെ ടേബിളും ഫർണിച്ചർ അതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങണം ഇനി. പക്ഷെ അതിന് ഇത്തിരി കൂടി സമയം എടുക്കും. പക്ഷെ ഇപ്പൊ അത്യാവശ്യം നമുക്ക് ഒരു കുറച്ചുകൂടി നല്ലൊരു സ്പേഷ്യസ് ആയ ഒരു സ്ഥലത്തേക്ക് മാറി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം രാവിലെ 4 മണിക്ക് നമ്മൾ ഞാൻ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും. ഭയങ്കര ക്ഷീണമായിട്ട് ഒന്നും ടോബിയുടെ കൂടെ ഒന്ന് കളിക്കാൻ പറ്റാതെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു 2 വർഷത്തോളമൊക്കെ, സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ഒരുപാട് സ്പേസ് ഉണ്ട്, ടോബിക്കും ഓടി നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ടോബിക്ക് ഇഷ്ടമായില്ല ഇപ്പോ? ഒരുപാട് ഓടി നടക്കാനുള്ള സ്പേസ് ഇല്ല ടോബിക്ക്? പറ. അപ്പൊ കുഞ്ഞിത്തിരി തിരക്കിലാണ് അവിടെ. അപ്പൊ ഞങ്ങൾ തന്നെ ഇന്നത്തെ വീഡിയോ നിർത്താൻ വിചാരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. യെസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ ഗുഡ് ബൈ ഫ്രം Rin Toby. Okay, Rin and Toby. Bye.